അടുക്ക സേനാപതി വേണു, രമേശ് ചെന്നിത്തല പരാതി നൽകി വളരെ ശക്തമായ രംഗത്ത് വന്നെങ്കിലും ഇത്തരം ചിത്രങ്ങൾ കൂടുതൽ പുറത്തേക്ക് വന്നതോടുകൂടി ചെന്നിത്തല ഇപ്പോൾ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് കൃത്യമായി മറുപടി പറയാതെ പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പരാതി വന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം നീളുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അതേപോലെ തന്നെ ഈ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അത് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇത് കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ വിമർശനം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം മന്ത്രിയെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്തു. അങ്ങനെ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും കടകംപള്ളിയെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ള വിശ്വാസം തന്നെയാണോ കോൺഗ്രസിനുള്ളത്? അടുത്ത സേനാപതി വേണം. കടകംപള്ളി ഈ കേസിൻ്റെ അകത്ത് ഉൾപ്പെടുമെന്നും കടകംപള്ളിയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രതിയായി അടുത്ത 11-മനോ അല്ല 12 പറഞ്ഞോളൂ. അല്ല, അന്വേഷണ സംഘം നേരായ മാർഗത്തിലാണ് അന്വേഷണം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ 11 ഇനി 12 അല്ലെങ്കിൽ 13-മത്തെ ആളായി അറസ്റ്റിലാകപ്പെടേണ്ട ആള് എന്ന് പറയുന്നത് അത് കടകംപള്ളിയാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ദേവസ്വത്തിന്റെ മന്ത്രിയാണ്. ആ ദേവസ്വത്തിന്റെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അപ്പോ മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവാകാനായിട്ട് കഴിയില്ല. പിന്നെ എനിക്ക് ബഹുമാന്യനായ ശ്രീ രാംകുമാർ സാറ് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചുള്ള അല്ലെ കരുണാകരനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠയും കരുണാകരനെ കുറിച്ചുള്ള ആവേശം അതൊക്കെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ആളാണ്. കാരണം ഞങ്ങളൊക്കെ ലീഡർ ശ്രീ കെ കരുണാകരനെ അതുപോലെ ആരാധിക്കുന്ന ആളുകളാണ്. എനിക്ക് ശ്രീ രാംകുമാർ സാറിനോട് പറയാനുള്ളത്, ഏതോ ഒരു മരുമകനെ കുറിച്ച് അങ്ങേക്ക് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. ശ്രീ രമേശ് ചെന്നിത്തല SIT-യോട് പറഞ്ഞതുപോലെ ഇനി മരുമകനെ കുറിച്ച് SIT അന്വേഷിക്കുന്നില്ലെങ്കിൽ അങ്ങ് പരിണിതപ്രജ്ഞനായ ഒരു ക്രിമിനൽ ലോയറാണ്. അങ്ങ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായെ അറിയിക്കണം. ഇനി അമിത്ഷായെ അറിയിച്ചിട്ട് അമിത്ഷായും അതിന് നടപടി എടുക്കുന്നില്ല എങ്കിൽ, കാരണം ഒരുപാട് വിവരങ്ങൾ അങ്ങേക്ക് കിട്ടിയെന്നാണല്ലോ അങ്ങ് ഇവിടെ പറഞ്ഞത്. ഏതോ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, കുടുംബത്തിലെ മരുമകന് അവരിങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുന്നു. സാർ, കഴിഞ്ഞ 11-12 കൊല്ലമായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് പറഞ്ഞ ഈ ആളുകളൊക്കെ ആണല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അന്വേഷണം നടത്തുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ? ഇനി അങ്ങയുടെ മനസ്സിൽ കോൺഗ്രസ് വിരോധം, അങ്ങ് കൊങ്കി എന്നൊരു പദം ഇവിടെ ഉപയോഗിച്ചു. ഞാൻ അതിന് ബദലായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാംകുമാർ സാറിനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ കോൺഗ്രസ് പാർട്ടിയെ വിശേഷിപ്പിക്കാൻ കൊങ്കി എന്നൊരു പദം ഉപയോഗിച്ചത് അത് ആങ്കർ തടഞ്ഞില്ല എങ്കിൽ എനിക്കതിൽ വിരോധമില്ല. മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ ഒരു മിനിറ്റ് രാംകുമാർ, ക്ഷമിക്കണം, സേനാപതി വേണു മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ V.S. അച്യുതാനന്ദൻ SDP-യെ വിശേഷിപ്പിച്ച് സുഡാപ്പി എന്നാണ്. അതൊക്കെ പറയും, ചുരുക്കപ്പേര് പറയുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അല്ല, ഞാനും ജിതിൻ ദേവും ഒക്കെ എത്രയോ ചാനൽ ചർച്ചയിൽ ജിതിൻ ദേവ് എന്തെങ്കിലും ഒരു അപമര്യാദ ഒരു വാക്ക് പറഞ്ഞതായിട്ട് ഞാൻ ഇന്നൊരു പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞായിട്ട് ജിതിൻ ദേവിന് പരാതിയുണ്ട്. നമ്മളൊരു ചാനൽ ചർച്ചയിലൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ ഇത്രയും പരിണിതപ്രജ്ഞനായ ഒരു അഭിഭാഷകൻ അങ്ങ് കൊങ്കി എന്നൊരു പദമൊക്കെ നിങ്ങൾ സംഘി എന്ന് വിളിക്കുന്നതോ? അല്ല, ഞാൻ നിങ്ങളിൽപ്പെട്ട നേതാക്കൾക്ക് സംഘി എന്ന് പറയാം, മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിക്കാം. ആരും എതിർക്കുന്നില്ലല്ലോ. മാപ്ര എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. കൊങ്ങി എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം? സംഘി എന്ന് വിളിക്കുമ്പോൾ വേറെ ആളുകൾക്ക് പ്രശ്നമില്ലല്ലോ. കമ്മി എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇതൊക്കെ സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ ഈ പദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പത്രങ്ങൾ പോലും ഹെഡിങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്നു. സുഡാപ്പി, SDP-യെ സുഡാപ്പി എന്ന് പറയുന്നു. ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അങ്ങനെ പറഞ്ഞാലേ ഇപ്പൊ ആളുകൾക്ക് അറിയുള്ളൂ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, കോങ്ങി എന്ന് പറഞ്ഞാലേ അറിയൂ. പലരും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മി എന്ന് പറഞ്ഞാലേ അറിയൂ. സംഘപരിവാറിൽപ്പെട്ടവരെ സംഘി എന്ന് പറഞ്ഞാലേ അറിയൂ. എന്താണ് അതിന് കുഴപ്പം? മോശപ്പെട്ട വാക്കല്ല. മാപ്ര എന്നാണ് മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകരും അത് തെറ്റാണെന്ന് പറയുന്നില്ലല്ലോ. ശരി. അത് ഞാൻ പറഞ്ഞ തെറ്റും ഈ സംസ്കാര ശൂന്യതയും തമ്മിൽ വ്യത്യാസം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം, നമ്മളൊരു ചാനൽ ചർച്ചയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഞാൻ BJP-യോ അല്ലെങ്കിൽ സംഘപരിവാറിനെ ഞാൻ ഇതുവരെ സംഘി എന്ന് ഉപയോഗിക്കാറില്ല. ഞാൻ സംഘപരിവാർ എന്നുള്ള ഒരു പദവേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇനി അത് രാംകുമാർ സാറിനെ പോലെ ഒരാള് അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന് ഭൂഷണമാണ് എങ്കിൽ ഇനി എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ പോയിന്റിലേക്കാണ് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വിവരങ്ങൾ കൃത്യമായിട്ട് ലഭ്യമായ ഒരാള് എന്തുകൊണ്ട്
അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, മരുമകനാണ് ഇത് കടത്തിയെന്നുള്ള വിവരങ്ങൾ എനിക്ക് അറിവായി ലഭിച്ചിട്ടുണ്ട്. അത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബോധ്യപ്പെടുത്തണമെന്നേ, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നേ, അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. പിന്നെ രമേശ് ചെന്നിത്തലയും കോൺഗ്രസിന്റെ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാ രമേശ് ചെന്നിത്തല വിവരം, അദ്ദേഹത്തിന് ലഭ്യമായ ഒരു വിവരം അദ്ദേഹം അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ കൊടുത്തു. അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ. ഞങ്ങൾ എന്താ പറഞ്ഞ എല്ലാ ഏജൻസികളോടും പറയുന്നു, നിങ്ങൾ ഇത് അന്വേഷിക്കണം, അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നേ. ആരാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം നിങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നേ. അത് പുറത്തു കൊണ്ടുവന്ന് കേരളത്തിലെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണം. ആ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇത്രയും സജീവമായ നിലപാടുകൾ എടുത്തിരിക്കുന്നത്. ഇതിൽ അടൂർ പ്രകാശിന് എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങളുണ്ടോ? ആന്റോ ആന്റണിക്ക് എന്തെങ്കിലും വഴിവിട്ട കാര്യങ്ങളുണ്ടോ? ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ തന്നെ. ഇപ്പൊ ജിതിൻ ദേവ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യെ കെട്ടിയ ചരടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ ശബരിമലയിൽ ദർശനത്തിന് പോകുമ്പോൾ അവിടെ ആരൊക്കെയാണ് പോറ്റിയായിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ തന്ത്രിയായിട്ടിരിക്കുന്നോ, ഇതൊന്നും ആ തിരക്കിന്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് പ്രസാദം തരുന്ന ആളിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുന്നു, ഇരു കൈയും കൂപ്പി പ്രസാദവും മേടിച്ചുകൊണ്ട് നമുക്ക് പോകുന്നു. അല്ലാതെ അവിടെ ആരുടെയെങ്കിലും നെറ്റിയേല് ഇവൻ വ്യാജ പോറ്റി, ഇവൻ ഒറിജിനൽ പോറ്റി, ഇതൊന്നും എഴുതിയിട്ടില്ല. ഈ വ്യാജ പോറ്റികളെയൊക്കെ കയറ്റിയ ആളുകൾ, ആ ആളുകൾ അവിടുത്തെ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ആ സ്വർണ്ണക്കൊള്ളയെ ഇപ്പം മറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ രണ്ടു കൂട്ടരും നടത്തുന്ന ഒരു അന്തർധാര. എന്നാ പിന്നെ ഇനി കോൺഗ്രസിനെയും കൂടെ ഇതിന്റെ അകത്തേക്ക് വലിച്ചടിച്ചേക്കാം. ഏതെന്ന് പറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടി സാർ പണ്ട് പറഞ്ഞ പോലെ ഹം സബ് ചോറേ, എല്ലാവരും കള്ളന്മാരെന്നുള്ള ഒരു നിലയിലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ SIT അന്വേഷണം അത് കടകംപള്ളിയിലേക്ക് പോകണം. കടകംപള്ളിയിലേക്ക് പോയി ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയെന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ഘട്ടം വന്നു കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ ഇനി കോൺഗ്രസിന്റെ നേതാക്കളുടെ വീട്ടിൽ സന്ദർശനം നടത്തി പോറ്റി അവിടെ ഫോട്ടോ കൊണ്ടു. കടകംപള്ളി പകുതി എടുത്താൽ മതി, പകുതി CPM എടുത്തിട്ടുണ്ട്, നിങ്ങൾ പകുതി എടുത്താൽ മതി, എല്ലാം കൂടി കിട്ടൂല. 50-50 വെച്ചാണ് വീതം വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇടത് നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് BN ഹസ്കർ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിലേക്ക് എത്താം. പക്ഷേ അങ്ങ് സംസാരിച്ച ഒരു സെക്കൻഡോടെ പറഞ്ഞ വിനോദ്, ഒരു സെക്കൻഡ് കൂടി. രാജീവ് ചന്ദ്രശേഖർ CBI അന്വേഷണത്തിന് വേണ്ടി ഹർജി കൊടുത്തിരിക്കുന്നു. അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. CBI അന്വേഷിക്കട്ടെ. ആർക്കാ ഈ കാര്യത്തിൽ തർക്കമുള്ള? നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഈ കാര്യത്തിൽ. തീർച്ചയായും. അന്വേഷിക്കട്ടെ.